بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقد قال النبي صلى الله عليه وسلم: 4 من كن فيه كان ومن كانت فيه خصلة منهن كانت فيه خصلة من النفاق حتى يدعها. إذا اؤتمن خان، وإذا حدث كذب، وإذا عاهد غدر، وإذا خاصم فجر. صدق رسول الله. وخصصت فضلا بالشفاعة في غدي ومقامك المحمود والمحبوب. والأنبياء وقد رفعت جلالة في الحشر تحت لوائك المنصوب. يهبوك ربك من محامده التي تعطى بها ما شئت من مطلوب. ويقول: قل تسمع وسل تعطى المنى واشفع تشفع في رهين ذنوبي. فاشفع لمادحك الذي بك يتقي من هول يوم الدين والتعذيب. فليحمد بن علي الأثري في مهول مدحك نظم كل غريب. قد صح أن غناه زاد وذنبه
أصل السقام وأنت خير طبيب صلى عليك وسلم الله الذي أعطاك فضلا ليس بالمحسوب وعلى القرابة والصحابة كلهم ما أتبع المفروض بالمندوب. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ അല്ലാഹുവിൻ്റെ ദീനിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പരിഹസിക്കുകയും അതുപോലെ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന 4 ദിവസം തുടരുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ. ഞാൻ ആദ്യമായി തന്നെ ആമുഖങ്ങളൊന്നും നീട്ടാതെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നു, നാം ഈ നാദാപുരത്ത് 7 ദിവസത്തോളം ഈ വർഷവും വഅദ് പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണ ജനങ്ങൾക്ക് ഇസ്ലാമിക ആശയങ്ങളിൽ പൂർവ്വം ഭക്തിയും ഉണ്ടാകാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഭാവം നമുക്ക് ഉണ്ടാകാനും ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ ഒരു ആത്മീയ പ്രഭാഷണം ആയിരുന്നു. 8ാമത്തെ ദിവസം ദിക്ർ ഹൽഖയും സംശയങ്ങൾക്ക് മറുപടി പറയുകയും എല്ലാം നാം നടത്തിയിട്ടുണ്ട്. അതിനുശേഷം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി കുറേയേറെ സത്യവിരുദ്ധമായ വിഷയങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന വിധത്തിൽ ഇവിടെ ചിലർ സംസാരിച്ചു. അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വലിയപെരുന്നാൾ ദിവസത്തിൽ നാം വേറൊരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ അതിനു മുമ്പത്തെ പരിപാടി നടത്തിയിട്ടുള്ള വ്യക്തി നേരിൽ കിതാബ് വായിച്ച് അർത്ഥം പറയാൻ ഒരുമിച്ച് ഇരിക്കണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അതിനൊരു ഡേറ്റ് അറിയിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ആ ഡേറ്റ് അവർ അറിയിക്കാതിരുന്നപ്പോൾ നമ്മൾ തന്നെ ഒരു ഡേറ്റ് നിശ്ചയിച്ച് ഒരു മുഖാമുഖം പരിപാടി വെച്ച് ഏത് മൗലവിമാർക്കും വന്ന് വിഷയം പറയാനുള്ള അവസരം നൽകി. നാം നിശ്ചയിച്ച സമയത്തെക്കാൾ കൂടുതൽ സമയം ആ പരിപാടി നടത്തി ആ പരിപാടി നിർത്തി. അതിനുശേഷം നമ്മുടെ പരിപാടി കഴിഞ്ഞ് 1.5 മാസത്തോളം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും സലഫികൾ മുജാഹിദുകൾ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ വളരെ ശക്തിയായി, നേരത്തെ ഉള്ളതിനേക്കാൾ ഒന്നും കൂടി ശക്തിയായി വെല്ലുവിളിക്കുകയും ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതിയതുപോലെ കാണിച്ചു കൊടുത്താൽ എന്റെ ചിരിപ്പെടുത്താമെന്നുമൊക്കെ പറഞ്ഞ് വളരെ ഉച്ചത്തിൽ പ്രസംഗിച്ചു. ആ പ്രസംഗം ഇപ്പൊ വരണം, പേരോടിനെ ഇപ്പൊ പിടിച്ചുകൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചപ്പോ ഞാൻ അന്ന് മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. അവിടുന്ന് ഓടി ഇവിടെ എത്തുമ്പോഴേക്കും മൗലവി സ്ഥലം വിട്ടിരുന്നു. പിന്നെ ഇവിടെ ഒരു പരിപാടി നടത്തി ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിച്ചെങ്കിലും ഇവിടെ
മറ്റൊരു സുന്നി വിഭാഗത്തിന്റെ പ്രഭാഷണം. അത് കഴിയുമ്പോഴേക്ക് പ്രത്യേകം ആശയം പറയാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ വേറെ ഒരു പ്രഭാഷണം. അത് കഴിയുമ്പോഴേക്ക് എനിക്ക് നേരത്തെ നിശ്ചയിക്കപ്പെട്ട സംവാദവും SSLC പരീക്ഷ. അത് രണ്ടും കഴിയുമ്പോഴേക്ക് ഞാനൊന്ന് വിദേശത്ത് പോയി തിരിച്ചു വന്നൊരു പരിപാടി നടത്താൻ നോട്ടീസ് ഇറക്കുകയും ഞാൻ പോകുന്നതിന് മുമ്പ് ഏൽപ്പിച്ചതനുസരിച്ച് ഇവിടെ പെർമിറ്റ് എടുക്കുകയും എല്ലാം ചെയ്തു. നോട്ടീസും അടിച്ചു. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്ന വേറൊരു സംഘടനക്കാരുടെ വിപുലമായ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂഫി സാഹിബ്, അതുപോലെ കുഞ്ഞാലി മുസ്ലിയാരും അങ്ങനെയുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും മറ്റും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പരിപാടിയൊക്കെ നിർത്തിവെച്ചുകൂടെ മറ്റൊരു ദിവസം നടത്തിക്കൂടെ എന്ന് ബഹുമാനപ്പെട്ട താഹാത്തങ്ങളുമായും ഞാനുമായും ഒക്കെ ബന്ധപ്പെട്ട് ചോദിച്ചു. ഞാൻ നിശ്ചയിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് നിർത്തിവെക്കുന്നതിനുള്ള പ്രയാസങ്ങൾ ഞാൻ പറഞ്ഞു. ഏതായിരുന്നാലും അവരാവശ്യപ്പെട്ടതനുസരിച്ച് നിർത്തി മറ്റൊരു ദിവസം നടത്താം, നമ്മളൊരു വാശിക്കാരല്ലല്ലോ എന്ന് പറഞ്ഞ് നാം അവർക്ക് വേണ്ടി നമ്മുടെ പെർമിറ്റ് എടുത്ത ദിവസവും നോട്ടീസ് അടിച്ച ദിവസവും ക്യാൻസലാക്കി. അങ്ങനെ ആ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആളുകൾക്ക് നാം അവസരം ഒഴിഞ്ഞുകൊടുത്തു. അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അതവർ ഇവിടെ തുറന്ന് പറയുകയും ചെയ്തു എന്ന് അറിയാൻ സാധിച്ചു. അതിന് നന്ദിയുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ അവരുടെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഈജിപ്തിൽ നിന്ന് തിരിച്ച് വരുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ ഒരു പരിപാടി വെക്കുന്നത് ഫലവത്താവുകയുള്ളൂ എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിസൾട്ട് കൂടി അറിയുന്നതിന് മുമ്പ് നമ്മളുടെ അഹ്സായത്തിൽ മുൻകിൽ അങ്ങേയറ്റം സാധിക്കുന്നതിന്റെ പരമാവധി നേരത്തെയാണ് ഈ പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ പിന്നെ ഒരു സുഖമുള്ള സമയമാണ്. ഒന്ന് ഇടയ്ക്കൊക്കെ മഴ കിട്ടുന്നത് കൊണ്ട് വലിയ ചൂടൊന്നും ഉണ്ടാവുകയില്ല. മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള സമയം ഏകദേശം ഒരു ബിരിയാണിയൊക്കെ അടുപ്പത്ത് വെച്ച് ദമ്മിട്ടത് മാതിരി ഇപ്പൊ ഓരോരുത്തരുടെയും വോട്ടൊക്കെ ദമ്മിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അത് വിളമ്പുന്നതിന് മുമ്പ് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ ആൾക്കാർക്ക്. ഈ സമയത്ത് നമുക്ക് ഈ പരിപാടി വളരെ അനുയോജ്യമായ സമയമാണ്. നിങ്ങളോടെല്ലാവരോടും എനിക്ക് വിനയത്തോടുകൂടി പറയാനുള്ളത്, ഈ പ്രസംഗം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ 4 ദിവസവും തുടർച്ചയായി കേൾക്കണമെന്ന് വിനയത്തോടെ പറയാൻ. നിങ്ങൾ ഒരാൾ കേട്ടാലും ഇനി കുറെ ആളുകൾ കേട്ടാലും ഞാൻ ഒരുപോലെ അധ്വാനിക്കണം, ഞാൻ ഒരുപോലെ പ്രസംഗിക്കും. അപ്പൊ ഒരാളെങ്കിലും കൂടുതൽ കേട്ടാൽ അള്ളാഹുവെങ്കിൽ എനിക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ കാരണമാകും എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വളരെ നന്നായി ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ഇതൊരു സാധാരണ പ്രസംഗം അല്ല. തുടക്കം തന്നെ ഞാൻ പറയാം, എന്റെ സാധാരണ ധാരാളം വാഴുകൾ കേട്ടവരുണ്ടാകും ഈ സദസ്സിൽ. ഇവിടെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ വാഴും കേട്ടവരുണ്ടാവും. ഇത് അങ്ങനെയുള്ള ഒരു വാഴ് അല്ല. ഇത് ഈ നാദാപുരത്ത് മുജാഹിദുകളുടെ ആഗോള നേതാവ് ഹുസൈൻ സലഫി വന്ന് പ്രസംഗിച്ചതിന്റെ മറുപടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മറുപടി പറയാൻ പല വാചകങ്ങൾക്കും എന്റെ ഡിക്ഷണറിയിൽ, എന്റെ നിഘണ്ടുവിൽ വാക്കുകൾ ഇല്ല. അതിൽ ഞാൻ ആദ്യമായി പരാജയം സമ്മതിക്കുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞ അശ്ലീലങ്ങൾ, ചീത്തവാക്കുകൾ, അതിന് പകരം പറയാനുള്ള വാക്കുകൾ എന്റെ നാവിൽ ഇല്ല. അത് എന്റെ ഒരു പരാജയമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായോ നിങ്ങൾക്ക് വിലയിരുത്താം. അതുകൊണ്ട് അത്തരം ചില വിഷയങ്ങൾ പറയേണ്ട സന്ദർഭത്തിൽ ഞാൻ അതിന്റെ മറുപടി അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് പറയിക്കും. അതായത് ചിലതങ്ങനെ പറയേണ്ടതുണ്ടാകും, അത് എന്റെ നാവ് കൊണ്ട് പറയാതെ അയാളുടെ നാവ് കൊണ്ട് ഞാൻ പറയിക്കും. അത് നിങ്ങൾക്ക് കേൾക്കാം.
അപ്പൊ ഈ പ്രസംഗത്തിന്റെ ആദ്യം മുതലേ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, അദ്ദേഹം എന്റെ ചെരുപ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എടുക്കേണ്ടതില്ല, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. കാരണം അവർ സാധാരണയായി ഈ ചെരുപ്പ് സാധാരണ നഷ്ടപ്പെട്ടു പോകാറുള്ളത് പള്ളിയുടെ സമീപത്ത് വെച്ചാണ്. അവർ മുജാഹിദുകളാണല്ലോ, അവർ പള്ളി തന്നെ കക്കുന്ന ആളുകളാണ്. ചെരുപ്പ് മാത്രമല്ല, മുഹീദ്ദീൻ പള്ളി, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയ മുഹീദ്ദീൻ പള്ളി, ഷാദുൽ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ ഉണ്ടാക്കിയ ഷാദുൽ പള്ളിയൊക്കെ കോഴിക്കോട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല. അതൊക്കെ അവർ എടുത്തതാണ്. അതുപോലെ ചെരുപ്പ് മാത്രമല്ല, പള്ളി തന്നെ എടുക്കുന്ന കക്ഷികളാണ്. അതുകൊണ്ട് അദ്ദേഹം എന്റെ ചെരുപ്പ് എടുക്കേണ്ടതില്ല, ഞാൻ അദ്ദേഹത്തിന് ചെരുപ്പ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ കാരണം അങ്ങനെ പലർക്കും നമ്മൾ കൊടുക്കാറുണ്ടല്ലോ, ഒരു ചെരുപ്പ് അയാൾക്കും കൊടുത്തേക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾ സശ്രദ്ധം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ നേരിൽ കേൾക്കാനുള്ള സംവിധാനം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താണ് സബൂൽ മുബിഖാത്ത് ചെയ്തത് എന്നതും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇവിടെ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതരുത്. ചിലർക്ക് ഒരു ടെലിഫോണിന്റെ മസ്കലയുണ്ട്, മൊബൈൽ ഫോണിന്റെ മസ്കല. ഇൻഷാ അല്ലാഹ് ആ മസ്കല ഞാൻ മൗലവിയെ ശരിക്കും പഠിപ്പിക്കും. വേറെ ഒന്ന്, കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന ഒരു ചർച്ചയുണ്ട്. അതും ഇൻഷാ അല്ലാഹ് മൗലവി കാണിച്ച തട്ടിപ്പ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് വ്യക്തമായി കാണിച്ചു തരും. അതുപോലെ വേറൊരു മസ്അല, ഞാൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു, ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു, അവസാന ഭാഗം കട്ടു, അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പ്രശ്നമുണ്ട്. ഇൻഷാ അല്ലാഹ് അതും ഞാൻ കേൾപ്പിച്ചു തരും. അങ്ങനെ തുടങ്ങി അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വിഷയവും ഞാൻ മനഃപൂർവ്വം വിട്ടുപോവുകയില്ല. അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ മറുപടിയും ഇൻഷാ അല്ലാഹ് ഞാൻ ഉൾപ്പെടുത്തി തരും. പക്ഷെ ഈ 4 ദിവസവും നിങ്ങൾ ക്ഷമിച്ചിരുന്ന് കേൾക്കണം. ക്ഷമിച്ചിരുന്ന് കേൾക്കണം എന്ന് പറയാൻ കാരണം, നിങ്ങൾ ഇതിനേക്കാളൊക്കെ നന്നായി ക്ഷമിച്ചിരുന്ന് എന്റെ വാത് കേൾക്കാറുള്ളവരാണ്. പക്ഷേ ആ വാതിലൊക്കെ ഞാൻ ആയത്തുകൾ ഓതും, അർത്ഥം പറയും, അതുപോലെ ഹദീസ് ഓതും, അർത്ഥം പറയും, ചരിത്രം പറയും, ബൈത്ത് ചെല്ലും. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ക്ഷമിച്ച് കേൾക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് ക്ഷമിച്ചിരുന്ന് കേൾക്കണമെങ്കിൽ കുറച്ച് ക്ഷമ വേണം. അത് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാൻ നല്ല ക്ഷമ നിങ്ങൾ കാണിക്കണം. കാരണം ഞാൻ ചീത്ത പറയുകയില്ല, ഞാൻ തെറി പറയുകയില്ല, ഞാൻ അനാവശ്യം സംസാരിക്കില്ല. അഥവാ സംസാരിച്ചാൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അതിന് ക്ഷമാപണം ചോദിക്കും. അതേസമയം നിങ്ങൾ ഈ വിഷയം ക്ഷമിച്ച് കേൾക്കണമെന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്, ചിലപ്പോൾ ഒരു ബാപ്പയും മകനും ഇരുന്ന് കേൾക്കാൻ പറ്റാത്തത്, ബാപ്പയും മകളും ഇരുന്ന് കേൾക്കാൻ പറ്റാത്തത്, അങ്ങനത്തെ ചിലതൊക്കെ ആ മൗലവിയുടെ നാവിലൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ വെച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾപ്പിക്കും. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിച്ച് ഇരുന്ന് തന്നെ കേൾക്കേണ്ടി വരും. അതിലെന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അത് ഞാൻ നിർബന്ധിതനായിട്ട് ചെയ്യേണ്ടി വന്നതാണ് എന്ന് മനസ്സിലാക്കി അതിന് പേരോട് ഉത്തരവാദിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആമുഖമായി പറയാം. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലേക്ക് കേൾക്കാം. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഈ നാദാപുരം മൗലവി ചോദിക്കുന്നുണ്ട്, നാദാപുരം പേരോടിന് സ്ത്രീധനം കിട്ടിയതാണോ? അദ്ദേഹം ചോദിക്കാറ്, സ്ത്രീധനം കിട്ടേണ്ടതില്ലല്ലോ, ഞാൻ ഈ നാട്ടുകാരനാണല്ലോ, ഞാൻ വേറെ പുതിയാപ്പിളയായിട്ട് വരേണ്ടതില്ലല്ലോ. എനിക്ക് സ്ത്രീധനം കിട്ടണമെങ്കിൽ ഞാനിവിടെ ഒരു പുതിയാപ്പിളയാണെങ്കിലല്ലേ എനിക്ക് സ്ത്രീധനം കിട്ടേണ്ടതുള്ളൂ, ഞാൻ ഈ നാട്ടുകാരനാണല്ലോ. പിന്നെ അദ്ദേഹം പറയുന്നത്, നാദാപുരത്ത് പേരോട് ഇനിയും വരണം, ഞാൻ വരണ്ടയില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അയാളല്ലേ വരേണ്ടതുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഞാൻ ആദ്യമായി അദ്ദേഹത്തിന്റെ പ്രസംഗം ഓരോ ഭാഗങ്ങൾ കേൾപ്പിച്ച് മറുപടി പറയും, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആദ്യമായി അദ്ദേഹം പറയുന്നത്, മുജാഹിദ് ഇവിടെ സംഘടിപ്പിച്ച പരിപാടി സതുദ്ദേശപരമായി സംഘടിപ്പിച്ചതാണ്. അദ്ദേഹം പറയുന്നത് തർക്കത്തിലിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം പ്രസംഗത്തിൽ സംസാരിക്കുകയുള്ളൂ എന്ന്. അതാദ്യമായി അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കുക. പിന്നെ അദ്ദേഹം എന്തൊക്കെയാണ് തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ സംസാരിച്ചതെന്നും സതുദ്ദേശപരമായി എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. സതുദ്ദേശപരം എന്താണ് ഇങ്ങനെ രണ്ടാമതും ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ്യം എന്ന്
കൂടുതൽ വിശദീകരിക്കാതെ തന്നെ എൻ്റെ ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നത്. ഈ രാജ്യത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനോ ആരെയെങ്കിലും വേദനിപ്പിക്കുവാനോ അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള സഹോദരീ സഹോദരങ്ങളുടെ യഥാർത്ഥമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുവാനോ ഉള്ള പരിപാടിയല്ല ഇത്. മറിച്ച് അല്ലാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം അത് മഹാന്മാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതറിഞ്ഞിട്ടില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന സദുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ മാത്രമായിരിക്കും. സദുദ്ദേശപരമായി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ആശയം തർക്കത്തിലിരിക്കുന്ന കാര്യം മാത്രം നാദാപുരത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ പോവാണ്. ഇനി അദ്ദേഹം സദുദ്ദേശപരമായി പറഞ്ഞ തർക്കത്തിലിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നോരോന്നായി കേൾക്കുകയാണ് വേണ്ടത്. ഞാൻ ഇന്ന് വളരെ കുറച്ചേ പറയൂ, അധികം അയാൾ ഇനിയാ പറയാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആർക്കും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, പാറക്കടവത്ത് വലിയ ഖാദി അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അതുപോലെ ശാലിയത്ത് അഹ്മദ് കോയ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, കന്യത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, സദഖത്തുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു തുടങ്ങിയ EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ തുടങ്ങിയ നമ്മളെ സമസ്ത കേരള ജമിയത്തുകളിൽ പ്രവർത്തിച്ച ആലിമീങ്ങളുണ്ടല്ലോ, ആ ആലിമീങ്ങൾ മുഴുവനും മാനസിക രോഗികളാണ് എന്നാണ് അദ്ദേഹം ഇനി പറയാൻ പോകുന്നത്. സദുദ്ദേശപരമായിട്ട് പറയാൻ, അതുപോലെ തർക്കത്തിലിരിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ അയാൾ പറയുന്നത് ഇവിടെ വന്ന ആൾക്ക് പൂർണ്ണമായ ലൂസാണ്. അതായത് അതെന്നെ കൊണ്ടാണ്, ഞാൻ വന്ന ആളാണെന്ന് അയാൾ കാരണം, ഞാൻ ഇവിടെ ഉള്ള ആളാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോവുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ തിരിയാത്തത്? എന്നിട്ട് മൂപ്പര് ഇവിടെ വന്ന ആൾക്ക് ഫുള്ള് ലൂസാ. ചിരിയടക്കം കേട്ടില്ലേ നിങ്ങൾ? അപ്പോ സമസ്തന്റെ ആലിമീങ്ങൾ മുഴുവൻ മാനസിക രോഗം, ഇവിടെ വന്നാക്ക് ഫുള്ള് ലൂസ്. ഇനി നിങ്ങളെ കൊണ്ടൊക്കെ വേറെ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ കേൾപ്പിച്ചു. നിങ്ങൾ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ കുഞ്ഞാടുകൾ, എന്റെ ബേക്കിലിരിക്കുന്ന ഈ തങ്ങളൊക്കെ നാവൂർ കാളകൾ. അത് ഞാൻ ശേഷം കേൾപ്പിക്കും. അപ്പൊ ഈ നാദാപുരത്ത് സെലഫികൾ ഒരു വലിയ പരിപാടി നടത്തിയതാണല്ലോ. അപ്പൊ അതെന്താണെന്ന് മാലോകർ അറിയണമല്ലോ. വന്ന ആവോള പ്രശസ്ത പണ്ഡിതന്റെ വിവരവും ജനങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ നടത്തിയ പരിപാടിയുടെ ഒരു അനുബന്ധം മാത്രമാണ് നമ്മൾ ഈ പരിപാടി, അതിന്റെ പൂർത്തീകരണം. അപ്പൊ നിങ്ങൾ അത് ഇൻഷാ അല്ലാഹ് ഞാൻ കേൾപ്പിക്കാം. അതിന് മുമ്പ് ആർക്കാണ് ഈ ലൂസ് ഉള്ളത് എന്ന് ഒരു ചെറിയൊരു ഉദാഹരണം, അത് നല്ലതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറയാം. ഞാനൊരിക്കലും ഒരു നോട്ടീസ് ഇറക്കേണ്ടി വന്നു. എന്താ നോട്ടീസ് ഇറക്കേണ്ടി വന്നത്? ഇവര് 1 കോടി രൂപ ഇനാം പറഞ്ഞിട്ട് ഇവര് ഒരു അൽ-ഇസ്ലാഹി മാസികയിലാണെന്ന് ഞാൻ ഓർക്കുന്നു, ഒരു ഇനാം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ്. അപ്പൊ ഞാന് അതിന് പകരം 10 കോടി രൂപ ഇനാം തന്നെ ഞാൻ ഒരു നോട്ടീസ് എഴുതാൻ വേണ്ടി ഒരു കുട്ടിയോട് ഏൽപ്പിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ഒരു കുട്ടിയോടാ പറഞ്ഞത്. ആ കുട്ടി പോയിട്ട് 10 കോടി രൂപ ഇനാം എന്ന് പറഞ്ഞ നോട്ടീസ് അറിയിച്ചു. ആ കുട്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചോടെ എന്റെ പേര് എഴുതിയിട്ട് പറഞ്ഞു, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായി ബന്ധപ്പെടുക. അപ്പോ പല ആളുകളും എന്നോട് നിങ്ങൾക്ക് 10 കോടി റുപ്യ എവിടുന്നാണ്? ഞാൻ പറഞ്ഞു അതിന്റെ മറുപടി കിട്ടുമ്പോ അല്ലെങ്കിൽ തരൂ.
അതിന്റെ മറുപടി മുജാഹിദുകൾ കൊണ്ടുവന്ന അപ്പം അള്ളാഹു തനിക്ക് തരും, നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ അവരെന്ത് ചെയ്തു? ഈ 10 കോടി രൂപ ഇനാം എന്നുള്ള നോട്ടീസ് ഇറങ്ങിയപ്പോ മുജാഹിദുകൾക്കൊന്നും ചെയ്യാൻ കഴിയാതെ കുടുങ്ങിപ്പോയി. അപ്പൊ അവരതിന് ഒന്ന് തൽക്കാലം മുജാഹിദുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മുജാഹിദിന്റെ അൽ-ഇസ്ലാഹിന്റെ ഓഫീസിൽ നിന്ന് ഇസ്ലാഹി പബ്ലിക്കേഷൻസ് എടരിക്കോട് നിന്ന് എനിക്കൊരു കത്തയച്ചു. ആ കത്ത് നിങ്ങൾക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി നിങ്ങളൊന്ന് നോക്കുക. സാധാരണ ഖുർആനിൽ എഴുതിയ പോലെയാണോ ഇപ്പൊ തന്നെ നോക്കിയച്ചോളൂ. സാധാരണ ബിസ്മി എഴുതുമ്പോൾ ബാ ഇങ്ങനെ നീട്ടിയിട്ടാണ് എഴുതുക. അതെല്ലാ കിതാബിലും തുകിലത്തിൽ ബാ എന്ന് പറഞ്ഞ കിതാബൊക്കെ പറയും. ആ ബിസ്മി ഒന്ന് നോക്കിക്കോളൂ, കാരണം തുടക്കം തന്നെ തല പോയിട്ടാണ്. അങ്ങനെ ബിസ്മി, അതിന്റെ ശേഷം അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, എനിക്ക് സലാം ചൊല്ലിയതാണ്. അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുശ്രിക്കുകൾക്കൊക്കെ കത്തയക്കുമ്പോ വെക്കുന്ന ഒരു ശൈലിയാണ് അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ. അതിന്റെ ശേഷം പിന്നെ ബഹു, അത് എന്നെ ഒന്ന് ബഹുമാനിച്ചതാണ്. ബഹു പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അവരുകൾ, പ്രിയരെ, എന്നോട് ഭയങ്കര സ്നേഹമാണ്. പ്രിയരെ, താങ്കളുടെ പേര് വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് കഴിച്ചു. 10 കോടി രൂപ ഇനാം എന്ന തലക്കെട്ടിൽ 5 ചോദ്യങ്ങളാണുള്ളത്. അവയും അവർക്കുള്ള ഉത്തരങ്ങളും താഴെ കൊടുക്കുന്നു. നോട്ടീസിൽ പറഞ്ഞ ഇനാമോ മറുപടിയോ പ്രതീക്ഷിക്കുന്നു. രണ്ടിലൊന്നും കൊടുത്താൽ 1, തറാവീഹ് 8 റക്അത്താണെന്നതിന് ആധികാരികമായ എന്തെങ്കിലും തെളിവ് നൽകിയാൽ ഞാൻ 10 കോടി രൂപ കൊടുക്കാന്നാ പറഞ്ഞു. അത് ഇപ്പം കൊടുക്കും കേട്ടോ, കാര്യങ്ങൾ തയ്യാറുണ്ടെങ്കിൽ. അപ്പൊ അതിന്റെ മറുപടി അവരെഴുതാൻ. മറുപടി 1, അൻ അബീ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ അന്നഹു സഅല ആയിഷ കൈഫ കാനത്ത് സലാത്ത് റസൂലില്ലാഹി ഫീ റമദാന ഫഖാലത്ത് മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അത്ത് സഹീഹുൽ ബുഖാരി. മറുപടി 2, അന്ന ആയിഷ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി 13 റക്അത്തൻ മിൻഹൽ മിത്റു റക്അത്തുൽ ഫജ്ർ സഹീഹുൽ ബുഖാരി ബാബു ഖിയാമിൻ നബി ഫീ റമദാന വഗൈരിഹി. ഇതാണ് അതിന് മറുപടി. അപ്പൊ ഇതിനൊരു മറുപടി കൊടുക്കണം. അപ്പൊ നമ്മുടെ സിറാജുൽ ഹുദയുടെ ഓഫീസിൽ നിന്ന് അബ്ദു ഒരു മറുപടി എഴുതിയിട്ട് അതിന് അങ്ങോട്ട് അയച്ചു. അബ്ദുവിന്റെ മറുപടി കുറ്റ്യാടി 5/9/96 സഹതാപത്തിന് അർഹരായവരെ. മറുപടിയിൽ അങ്ങോട്ടുള്ള ഹെഡിങ് ആണ്. നിങ്ങൾ പേരോട് ഉസ്താദിന് എഴുതിയ കത്ത് കിട്ടി. മറുപടിക്ക് ഉസ്താദ് ആവശ്യമില്ലാത്തതിനാൽ ഓഫീസിൽ നിന്ന് അബ്ദുവാണ് എഴുതുന്നത്. മാറ്റിമറിക്കാതെ ഒരക്ഷരം വിട്ടുപോകാതെ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ സന്തോഷം. തിരിമറി നടത്തരുത്. 1, കത്തിൽ നിങ്ങൾ തെറ്റായ രൂപത്തിലാണ് ബിസ്മി എഴുതിയിട്ടുള്ളത്. അത് ശരിയാണെന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. 2, കത്തിൽ അസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ എന്നാണ് സലാം എഴുതിയിട്ടുള്ളത്. മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. 3, നിങ്ങൾ കത്തിന്റെ ആദ്യത്തിൽ പ്രിയരെ എന്ന് എഴുതി കണ്ടു. ഇത് കാപട്യമാണ്. നിങ്ങൾക്ക് ഒരു പ്രിയവും പേരോട് ഉസ്താദിനോട് ഇല്ലെന്നത് വെളിവുള്ളവർക്ക് അറിയാം. പ്രിയമുണ്ടെന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. 4, നിങ്ങൾ ഈ കത്തിൽ ലഘുലേഖയുടെ മറുപടി എഴുതിയെന്ന് കാണിച്ചതും കളവാണ്. ഇവകൾ ഉത്തരമാണെന്ന് തെളിയിച്ചാൽ 10 കോടി ഇനാം. 5, തറാവീഹ് 8 ആണെന്നതിന് തെളിവായി ഉദ്ധരിച്ച ഹദീസിൽ 8 എന്ന് അർത്ഥം വരുന്ന സമാനിയ എന്ന വാചകം തന്നെ ഇല്ല. 11 എന്നതിന് 8 എന്നും സലാത്തു റസൂലില്ലാഹി എന്നതിന് തറാവീഹ് എന്നും അർത്ഥം പറയേണ്ടതാണെന്ന് വല്ല നിഘണ്ടുവിലും കാണിച്ചാൽ 10 കോടി ഇനാം. അതിന് മുജാഹിദീങ്ങൾ ഇങ്ങോട്ടൊരു മറുപടി എഴുതി. അതാ രസം. ലൂസ് മനസ്സിലാകാൻ വേണ്ടിയാണ് വായിക്കുന്നത്. അതിന് മറുപടി എഴുതി മുജാഹിദീങ്ങൾ ഇങ്ങോട്ട്. കേട്ടോളെ, ബിസ്മി പണ്ടത്തെ പോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 14/4/96 സ്നേഹപൂർവ്വം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പേര് വെച്ച് അടിച്ചിറക്കിയ നോട്ടീസ്, പേരോടിന് അയച്ചു കൊടുത്ത കത്ത്, മറുപടിക്ക് പ്രതികരണം എന്നോണം താങ്കൾ അയച്ച കത്ത് ഇന്നിവിടെ കിട്ടി. മറുപടിക്ക് ഉസ്താദ് ആവശ്യമില്ലാത്തതിനാൽ ഓഫീസിൽ നിന്നും അബ്ദുവാണ് എഴുതുന്നത് എന്ന മുഖവരോടെയാണ് താങ്കളുടെ കത്ത് ആരംഭിക്കുന്നത്. ഓഫീസ് സീലോ ലെറ്റർ പേഡോ ഉപയോഗിക്കാതെയുള്ള പ്രസ്തുത കത്തിന് യാതൊരു ആധികാരികതയും കൽപ്പിക്കാനാവില്ല എന്നതിനാലും പേരോടിന്റെ നോട്ടീസും കുറെ കൂടി വിശദാംശങ്ങളോടെ അതിന്റെ മറുപടിയും
സെപ്റ്റംബറിലക്കം അൽ-ഇസ്ലാഹ് മാസികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നതിനാലും താങ്കൾ അയച്ചു തന്ന കത്ത് പ്രസിദ്ധീകരിക്കാൻ പ്രയാസമുണ്ട്. അവരെ അയച്ച മറുപടി പ്രസിദ്ധീകരിക്കാതായി പറഞ്ഞത് അത് പ്രസിദ്ധീകരിക്കാൻ പ്രയാസമുണ്ട്. പകരം സെപ്റ്റംബറിലക്കം അൽ-ഇസ്ലാഹിലെ പ്രസ്തുത പങ്ക്തിക്ക് മറുപടി ആധികാരികത, ഇനി ബ്രാക്കറ്റിൽ വായിച്ചോളി, ഓഫീസിൽ നിന്നെങ്കിൽ 0 ലെറ്റർ പേടോ ഉപയോഗിച്ചോളൂ, വ്യക്തിപരമെങ്കിൽ പൂർണ്ണ വിലാസവും ഒപ്പും കാണിച്ചുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ 29/9/96 ഓഫീസിൽ കിട്ടത്തക്ക വിധം അയച്ചു തന്നാൽ ഒക്ടോബർ ലക്കത്തിനും വൈകിയാൽ മറ്റേതെങ്കിലും ലക്കത്തിനും പ്രസിദ്ധീകരിക്കാവുന്നതാണ്. സ്നേഹപൂർവ്വം ഫോർ അൽ-ഇസ്ലാഹ് പബ്ലിക്കേഷൻസ് മാനേജർ. അള്ളാഹു താങ്കൾക്കും ഉസ്താദുമാർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. ഒരു ദുആ. ഇനി നിങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഇത് ഈ കവറിലാണ് വരുന്നത്. ഇതിപ്പോ പറഞ്ഞ എന്താ, ഇത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? വ്യക്തിപരമായിട്ട് ഈ അബ്ദു അയച്ച കത്ത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ എന്താ വേണ്ടത്? അയാൾ അഡ്രസ്സ് കിട്ടണോ? അഡ്രസ്സ് കിട്ടണോന്ന് എഴുതുന്ന എന്തിനാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങോട്ട് അഡ്രസ്സ് കത്തയക്കാൻ നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലാവും. ലൂസ് മനസ്സിലാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതായത് മാനേജർ ഇസ്ലാം പബ്ലിക്കേഷൻസ് എടരിക്കോട് അവരയക്കാണ് ടു അബ്ദു കെ SHEC കുറ്റിയാടി 6735 കാലിക്കറ്റ് ഡിസ്ട്രിക്ട്. ഈ അഡ്രസ്സിൽ അയക്കാണ്. നിങ്ങളത് പ്രസിദ്ധീകരിക്കണം, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ സമസ്തയിലുള്ള കന്യത്ത് ഉസ്താദും EK ഉസ്താദും കുത്തുബിത്തങ്ങളും ഒക്കെ മാനസിക രോഗിയാണ്. പിന്നെ പേരോട് പൂർണ്ണ ലൂസ്. ഈ മുജാഹിദ് മൗലവിമാരോ നിങ്ങളൊന്ന് ആലോചിക്കുക എന്താണ്. ഞാൻ പറയൂലേ എന്താണ്. അപ്പൊ അഡ്രസ് കത്തയക്കാണ്, നിങ്ങൾ അഡ്രസ് അയച്ചു തരണോ? എന്താ സാധനവും നിങ്ങൾ തീരുമാനിച്ചോളാം. ആർക്കാ ലൂസ് നിങ്ങൾ ആലോചിച്ചോളാം. ഇത് ഒന്ന്. ഇനി അടുത്തതാണ് വെക്കാൻ പോകുന്നത്. ലൂസ് മനസ്സിലാകാൻ കുറെ ലക്ഷണങ്ങൾ ഉണ്ടല്ലോ. ആ ലക്ഷണങ്ങൾക്ക് ഒത്തിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാം. ഇനി വെക്കാൻ പോകുന്നത് സ്ക്രീനാണ്. നിങ്ങൾ ഞാൻ ഒരു 1000 ദിവസം കാര്യമായിട്ട് കേൾക്കുലങ്ങൾ നിങ്ങൾ ക്ഷമിച്ചിരിക്കേണ്ടി വരും. ഈ പിന്നിലിരിക്കുന്ന ഈ തങ്ങളടക്കമുള്ള ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ നാവൂർ കാള. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ കുഞ്ഞാട്. അത് വെച്ചാട്ടോ തിരിഞ്ഞു നോക്കിട്ട് കുട്ടികളോട് ശരിയല്ലേ ഞാൻ പറയുന്നത്. അപ്പൊ നാവൂരിക്കാള തലയാട്ടും പോലെ പിന്നിലുള്ളവരൊക്കെ. അപ്പൊ മൂപ്പർക്ക് സന്തോഷമായി. ആണ് കഴിഞ്ഞിട്ട് മൂപ്പര് ഒരു ഒച്ചയിനിടും. അപ്പൊ ആൾക്കാരൊക്കെ ഇവിടെ അല്ലാഹു അക്ബർ. അപ്പൊ മൂപ്പരോട് കോൾമയിർ കൊള്ളും. കുഞ്ഞാടുകളുടെ തക്ബീർ കേട്ട് മൂപ്പര് ഇങ്ങനെ ആവേശം കൊള്ളും. അത് തക്ബീറുകളിലൊക്കെ കുഞ്ഞാടുകൾ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ബേക്കുന്ന തലയിട്ട് നോക്കാൻ നാവൂർ കാളകള്. നാവൂർ കാളകൾ. ഇതാണ് വേറൊന്ന്. ഇതെല്ലാം എന്തിന്റെ ലക്ഷണം നിങ്ങൾ ആലോചിച്ചോ. ഇനി മൂപ്പര് പറയുന്നത് പേരോടുകൂടെ പ്രസംഗിച്ചിട്ട് ഒരു ഈ സ്ക്രീന് കൊണ്ടുവന്ന് വെച്ച് എന്നെ പറ്റി ഒന്നും കാണിക്കാനില്ല. ഞാൻ കാണിക്കാനില്ല എന്നിട്ടല്ല, മൂപ്പര് കാണിക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. കാണിക്കാൻ മാത്രം ഉണ്ടെങ്കിലല്ലേ കാണിക്കല്. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. മൂപ്പർക്ക് ഒരു ധാരണ എന്നെ പറ്റി ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കാണിക്കൽ എന്നെ ഏത് പരിപാടി. അടുത്തത് അതൊന്ന് മൂപ്പരെന്നെ പറയട്ടെ. മൂപ്പരെ പറ്റി ഒന്നും കാണിക്കാറില്ല. മൂപ്പർക്ക് ഇന്നെ പറ്റി ഒന്നും കാണിക്കാനില്ല. അപ്പൊ മൂപ്പര് കിട്ടിയത് തന്നെ എന്നുള്ള നിലക്ക് പിന്നെയും മൂപ്പര് അതന്നെ പിന്നെയും കാണിക്കും. കുട്ടികളോടെ ഒന്നും കാണിക്കണം, ഒന്നും കേൾപ്പിച്ചു കൊടുക്കേ എന്നിട്ട് എന്റെ സൗണ്ട് ഇങ്ങനെ കേൾപ്പിക്കുക. എന്താ ആ അബദ്ധം ആർക്കും സംഭവിക്കൂലേ സുഹൃത്തുക്കളെ? മൂപ്പർക്ക് പറ്റുന്നതല്ല അബദ്ധം. ഇനി കേട്ടോളെ, മൂപ്പര് ഇനി ഞാനൊന്ന് കാണിക്കാൻ പോവാ. എന്താ കാണിക്കുന്നല്ലോ, 4ാമത്തെ വന്ന ഹുസൈൻ സലഫി അറബിയുടെ മുന്നിൽ എങ്ങനെയായിരിക്കും ഒരു കോല കാണിക്കാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ കോലവും അതുപോലെ അറബിയുടെ മുന്നിലുള്ള കോലവും ഒരാളെ കാണിക്കുമ്പോൾ ശരിക്കും കോലം കാണിക്കണ്ടേ? കാണിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമാണല്ലോ. അപ്പൊ അയാള് അറബികളുടെ മുന്നിൽ അയാളുടെ കോലം എങ്ങനെയാണ്, ഇവിടുത്തെ കോലം ഇവിടുത്തെ കോലങ്ങൾ തന്നെ കണ്ടുകാണല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ഇനി മൂപ്പരുടെ കോലം കാണിക്കാൻ. കാരണം എന്താന്ന് ചോദിച്ചാല് ഒരാൾക്ക് ലൂസ് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാകുക. കോലം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ഒരു കോലം, വേറൊരു കോലം, മറ്റൊരു സ്ഥലത്ത് വേറൊരു കോലം, അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇയാൾക്ക് റെഡി ഉണ്ടോ ഇല്ല നമുക്ക് തീരുമാനമാകുക. അപ്പൊ അതുകൊണ്ട് ഇനി കാണിക്കാൻ പോകുന്നത് കോലാണ്. ഞാൻ പറയാം എപ്പ അറിയോ, എന്താ വിഷയം എന്നറിയോ, അതും പറയാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഡെൻമാർക്കിൽ ഒരു കാർട്ടൂൺ വരച്ച് പ്രസിദ്ധീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലിനെ ക്രൂരനായും അതുപോലെ സ്ത്രീലംബടനായും ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു കാർട്ടൂൺ വരച്ചു.
ആ കാർട്ടൂൺ വരച്ചിനെതിരെ മുസ്ലിം ലോകം മുഴുവനും വികാരം കൊണ്ട് അതൊരു വലിയ ആഗോള പ്രശ്നമായി. അപ്പൊ ആ സമയത്ത് മുജാഹിദുകൾ ഒന്നും പറയാതിരുന്നാലും നമുക്ക് നബിയോട് സ്നേഹമില്ലാന്ന് ആൾക്കാർക്ക് തോന്നൂലേ? അപ്പൊ അതിനുവേണ്ടി മുജാഹിദുകൾ ചില പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു. അതിലൊരു പരിപാടിയിൽ അവർ പറഞ്ഞു പ്രവാചകനെ വിമർശിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. വേറൊരു സ്ഥലത്ത് പറഞ്ഞു പ്രവാചകൻ മഹാകുറ്റം ചെയ്യൂല, എന്തെങ്കിലും കുറച്ചൊക്കെ ചെയ്യൂ. അങ്ങനൊക്കെ പറഞ്ഞാണ് ഈ സ്നേഹം പ്രകടിപ്പിച്ചത്. അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരും, കാണിച്ചു തരുന്നത് പേടിക്കണ്ട. അപ്പൊ അതിന് ഒരു പരിപാടി ദുബായിൽ, നമ്മളിവിടെ വലിയ പെരുന്നാളിന്റെ പരിപാടി നടത്തുമ്പോ ദുബായിൽ ഈദ്ഗാഹിന്റെ അടുക്കൽ ഒരു പരിപാടി വെച്ചു. ഈദ്ഗാഹിൽ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇവിടുത്തെ പോലെ കന്നുകാലി ചന്തയാണെന്ന് വിചാരിക്കണ്ട. ഇത് മുനാരുണ്ട്, ഒന്നും ഒരുക്കാൻ സൗകര്യമുണ്ട്, അതൊക്കെ അവരെ സീഡി തന്നെ കാണാൻ കഴിയും. അപ്പൊ ആ ഈദ്ഗാഹിൽ ഒരു പരിപാടി വെച്ചു. ആ ഈദ്ഗാഹിലെ പരിപാടിക്ക് അറബികളും വരുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ നമ്മളെ സെൽഫി എന്ത് ചെയ്യുന്നറിയോ? ഈ തലമറക്കാതെ ഈ തെങ്ങുമ കയറുന്ന മാതിരി സ്റ്റേജുമ കയറിയാൽ അതിന്റെ ഒരു കോലം, ഒരു പണ്ഡിതനാമം പ്രത്യേകിച്ച്. അപ്പൊ റസൂലുള്ളാഹിന്റെ സുന്നത്തെടുക്കാതെ ഫത്ഹുൽ മുഈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തലമറക്കാത്തവൻ സാക്ഷിക്കേണ്ട പറ്റൂല എന്നാണ്. അങ്ങാടിയിൽ നിന്ന് തലമറക്കാത്ത മൊയ്ലാര് അല്ലെ മൗലവി അവരൊന്നും സാക്ഷിക്കേണ്ട പറ്റൂല എന്നാണ്. അങ്ങാടിയിൽ നിന്ന് കെട്ടെടുക്കുന്നവർക്കും സൈക്കിൾ ഓട്ടുന്നവർക്കൊന്നും ബാധകല്ല. അങ്ങാടിയിൽ നിന്ന് പണിയെടുക്കുന്ന സാധാരണക്കാർക്ക് തലമറച്ചില്ലെങ്കിലും അവരെ സാക്ഷിക്കെടുക്കും. പക്ഷെ ഒരു പണ്ഡിതനാവുമ്പോ അദ്ദേഹം തലമറക്കാതെ അങ്ങാടിയിലൂടെ ഒക്കെ നടന്നാൽ സാക്ഷിക്കെടുക്കാൻ പറ്റൂല എന്ന് ഫത്ഹുൽ മുഈനിലൊക്കെ ഉണ്ട്. അപ്പൊ ഇയാള് നമ്മൾ നാദാവത്തൊക്കെ വരുമ്പോൾ തലമറക്കാതെ വരിക. കാരണം എന്താ വെച്ചാൽ ഇത്തിബായി ജോർജ് ബുഷിനോടാണ്, അല്ലാണ്ട് അള്ളാന്റെ റസൂലിനോടല്ല. അപ്പൊ ഈ ജോർജ് ബുഷിന്റെ അസ്ഹാബികളിൽ പെടണമെങ്കിൽ തലമറക്കാതിരിക്കണമല്ലോ. അപ്പൊ തലമറക്കാതെ വന്ന ഈ മൗലവി അവിടെ ദുബായിലെത്തിയിട്ട് സ്റ്റേജിൽ കയറുമ്പോ തല മറക്കല് മാത്രല്ല, ചോടൊരു തൊപ്പി, പിന്നെ ഒരു വലിയ തലയെ കെട്ടി, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ തട്ടം മൂപ്പര് നന്നാക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണാം. കാരണം ഇത് ഉള്ളിന്ന് പുറത്തായി പോലെ പെണ്ണുങ്ങളുണ്ടല്ലോ മുടി പുറത്താകുന്നു, അത് മാതിരി നന്നാക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണാം. അപ്പൊ ഒന്ന് ആദ്യമായിട്ട് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കോലാണ്. ആ കോലമാക്കാൻ എന്താ കാരണം? അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ പറയാം. അതായത് തലപ്പാവ് ധരിക്കൽ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അത് സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ അത് നബിയോട് ധിക്കാരമാണ്. ഉമർ മൗലവി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പിന്നീട് കാണാം. പിന്നെ അവിടെ ആ പരിപാടി നടത്തിയ സംഘാടകൻ, ആ സംഘാടകൻ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ വസ്ത്രധാരണ ഇല്ല എന്ന് പറഞ്ഞാല് അത് ഡെൻമാർക്കിൽ ചെയ്തതിനേക്കാളും മോശമാണ്. അപ്പൊ മൂപ്പരും പറയുന്നത് ഇസ്ലാമിന്റെ വസ്ത്രധാരണ നിർബന്ധമാണ് അവിടുന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ കോലാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അവരെ പ്രസംഗങ്ങളും ആ കോലൊന്ന് വെട്ട തട്ടം നന്നാക്കല്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനോടുള്ള മഹബത്തുള്ള ആളുകൾ വഴിക്കവലകളിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനോടുള്ള മഹബത്തുള്ള ആളുകൾ വഴിക്കവലകളിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടതില്ല. കോല കണ്ടില്ല എല്ലാരും? അപ്പൊ ഇപ്പൊ ഒരു അമ്മായിയായി തട്ടുകൊണ്ടിട്ട് ഒരു തൊപ്പിയെല്ലാം വെച്ച് ഒരമ്മായി ആയിട്ടാണ് ദുബായിൽ വരുന്നത്. ഇനി അതിന്റെ കാരണം നോക്കിക്കോളികള്, അത് വേറൊരാൾ ഭീഷണിപ്പെടുത്തേണ്ട ആളെ കേട്ടോളൂ. സഹോദര, എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മുടെ ജീവിതം എന്താണ്? നമ്മുടെ കുടുംബ ജീവിതം എന്താണ്? നമ്മുടെ രഹസ്യ ജീവിതം എന്താണ്? നാം മനസ്സിലാക്കണം. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിമാണെന്ന് വേഷം കൊണ്ടോ രൂപം കൊണ്ടോ അറിയുന്നത് പോലും അപമാനമായി തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് മുസ്ലിം സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. മുസ്ലിമിന്റെ എന്തെങ്കിലും ഒരു അടയാളം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അപമാനമാണെന്ന് കരുതി അവസാനത്തെ അടയാളവും ഒഴിവാക്കുന്നതിലേക്കാണ് മനുഷ്യരെത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്റെ മുമ്പിൽ ഇരിക്കുന്നത് യുവാക്കളാണല്ലോ കൂടുതൽ. വസ്ത്രധാരണത്തിൽ തിരുമേനി നിർദ്ദേശിച്ച ഒരു രൂപമുണ്ട്. ആ രൂപം പാലിക്കാൻ അതിശക്തമായി നാം തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിച്ചവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ, സിന്ദാബാദ് വിളിക്കുന്നവർ, പ്രമേയം പാസാക്കുന്നവർ, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നവർ ഓർക്കണം, തിരുമേനിയെ ഞാൻ എന്തുമാത്രം അപഹസിക്കുന്നു എന്ന്. ഇന്ന് പലരുടെയും വസ്ത്രം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ലാത്ത, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത വസ്ത്രമാണ്. അയാൾ തന്നെ പറയുന്നത് കേട്ടോ, സെൽഫി പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. അവിടെ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. ഇനി നിങ്ങൾ കേട്ടോളൂ, കണ്ടോളൂ. സെൽസബി
തലപ്പാവ് ധരിക്കുന്നതിനെ പറ്റി ഉമർ മൗലവി സങ്കടത്തോടെ പറയാ, നമ്മുടെ മുജാഹിദിന്റെ ഈ യുവാക്കളോട് പറയാണ്, സെൽസബിയിൽ കേട്ടോളെ, അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു. തലമറക്കൽ നബിയുടെ സുന്നത്താണെന്ന് പറയുന്നു. എന്റെ വാർദ്ധക്യത്തിന് മുമ്പും ഞാൻ ഇങ്ങനെ തന്നെ. നിങ്ങൾ യുവാക്കളെല്ലാം കൂടി കാര്യം കുഴപ്പത്തിലാക്കരുത്. ഇപ്പോൾ ഈയിടെയായി പല പുതിയ വാർത്തകൾ കേൾക്കുന്നു. വളരെ മനപ്രയാസം ഉണ്ടായിരിക്കുന്നു. പ്രബോധന വിജയത്തിന് വേണ്ടി കാലത്തിലൊപ്പിച്ച് കോലം കെട്ടണമെന്ന് പറയുന്നു. ഇതൊരു വലിയ ദുസ്സൂചനയാണ്. മസ്ജിദുൽ മുജാഹിദീൻ, മസ്ജിദുൽ സലഫി പോലെയുള്ള നാമകരണങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ പലതും കേട്ടിട്ട് വളരെ വിഷമം തോന്നുന്നു. ഞാൻ മുമ്പ് തന്നെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. എന്റെ ഖബറിൽ ഞാൻ ഏതായാലും ഒറ്റയായിരിക്കുമല്ലോ. ഉമർ മൗലവി പറയുന്നു, തലമറക്കണ്ട എന്ന് പറയുന്ന ഒരു ആശയം ഈ അടുത്ത് തുടങ്ങി റസൂലുള്ളാഹിയുടെ സുന്നത്തിനെതിരെ അതിൽ വിലപിക്കുകയാണ് ഉമർ മൗലവി. അപ്പൊ ഈ തലമറക്കൽ സുന്നത്തായതുകൊണ്ട് ദുബായിലെത്തിയപ്പോ നമ്മളെ മൗലവിന്റെ കോലമാണ് നിങ്ങൾ കണ്ടത്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എന്താ അറിയോ? ഇയാൾ പറഞ്ഞ ചീത്തകളാണ്. ചീത്ത പറഞ്ഞ എന്നെ മാത്രമല്ല, അയാളെ സ്വന്തം പിതാവിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അത് അവർക്കുണ്ട്, നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു. അയാളെ സ്വന്തം പിതാവിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്നെ പറഞ്ഞിട്ടുണ്ട്, കാന്തപുരസാര് പറഞ്ഞിട്ടുണ്ട്, ഉള്ളാളുകളെ പറഞ്ഞിട്ടുണ്ട്, പോരാ ഇമാമിങ്ങളെ പറഞ്ഞിട്ടുണ്ട് ചീത്ത. എന്നെ പറഞ്ഞത് നല്ല രസത്ത് കേൾക്കാം. അപ്പോ ഇനി ചീത്ത പറഞ്ഞു കേട്ടോളൂ. സാധാരണയായിട്ട് ഈ അങ്ങാടിയിലുള്ള ചീത്ത പറയാരാ? ലെവലുള്ളവരോ ഇല്ലാത്തവരോ നിങ്ങൾ തീരുമാനിച്ചോളൂ. അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അത് തീരുമാനം ഞാനില്ല. കേട്ടോളെ. അപ്പൊ ഫിറൗൻ സഖാഫി ചോദിക്കാണ്, പേരോട് ചോദിച്ച മാതിരി. എന്താ ചോദ്യം? ഖാല, ഫിറൗൻ സഖാഫി ചോദിച്ചു, ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. എന്നോടൊന്ന് സമ്മതം ചോദിക്കണതിന് മുമ്പ് നിങ്ങളാണ് പോകുക. ഞാൻ അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങളാണ് വിശ്വസിക്കേ? ചോദിച്ചില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ഫിറൗനിന്റെ ഈ ധിക്കാരൊന്നും കേട്ട് പേടിക്കണ്ട. അപ്പൊ ഫിറൗൻ സഖാഫി അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു. ഫിറൗന്റെ വർത്താനം നിങ്ങൾ കേൾക്കണ്ടേ? പിന്നെ ഇനി അടുത്ത കാന്തപുരസാരെ പറ്റി. അവര് സുപ്രസിദ്ധരല്ല, കുപ്രസിദ്ധരാ. അവരെ പേരും കൂടി നിങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞുതരാ. ഇബ്ലീസ്, ഫിറഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. എന്ത് കോലുണ്ട് നിങ്ങൾ. അപ്പോ ഇബ്ലീസ്, ഫിറഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരം. നാലാമത് പ്രസംഗിച്ചായത് നിങ്ങൾ ശരിക്ക് സംസ്കാരമുള്ള ജനങ്ങൾ എന്താണ് സെലഫി, എന്താണ് സെലഫി, എന്താ മുജാഹിദ് എന്നൊക്കെ ഒന്ന് പഠിക്കാൻ തന്നെ ഈ പരിപാടി. നിങ്ങൾ എന്റെ ആയത്തെന്താ മുല്ലാരോധാത്ത ഇപ്പൊ ചോദിക്കുന്നത്, അതൊക്കെ ഞാൻ പിന്നെ ഒത്തരും. ഇനി അടുത്തത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മക്കയിലെ മുശ്രിക്കുകളുണ്ട്. ആര്? അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തൊക്കെ. അവരൊക്കെ ഒന്നാം നമ്പർ മുഅ്മിനീങ്ങളാണ്. പേരോട് മുനാഫിഖാണ്. അബൂജഹൽ മൂമിൻ. സെലഫി എനിക്ക് ആരംഭിക്കാൻ പോവാം, അബൂജഹലിന്റെ കബറുമ്പത്തേക്ക് പോവാ. പിന്നെ പേരോട് ഒന്നാം നമ്പർ മുനാഫിഖ്. കേൾക്കട്ടെ. മക്കയിലെ മുശ്രിക്ക് ഉത്തരം മുട്ടിയപ്പോ പറഞ്ഞതല്ല, കാപട്യം പറഞ്ഞതല്ല. പേരോട് കാപട്യം കാണിക്കും പോലെ മക്കത്തെ മുശ്രിക്ക് കാപട്യം കാണിച്ചതല്ല, മറിച്ച് അല്ലാഹുവിൽ അവർക്കുള്ള ഈ റബ്ബാണെന്നുള്ള വിശ്വാസം ബുഖാരി ഇമാം അവിടെ എടുത്തു കൊടുത്തിരിക്കുകയാണ്. കിതാബു തൗഹീദിൽ തന്നെയാണ്. പേരോടെ നോക്കിക്കൊള്ളണം. ഫദാലിക ഈമാനുഹും വഹും യഅ്ബുദൂന ഗൈറഹു. അത് അവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു എന്നത് അത് അവരുടെ ഈമാനായിരുന്നു. അതേ നിലപാട് ഉള്ളതോടൊപ്പം തന്നെ അവർ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്തു. അപ്പൊ മക്കാ മുശ്രിക്കുകൾ മുഅ്മിനീങ്ങളായിരുന്നു. അല്ലാഹു വിളിക്കുന്നു ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതിന് സെലഫിന്റെ അർത്ഥം ഓ മുഅ്മിനീങ്ങളെ. സെലഫിന്റെ അർത്ഥമാണ്. അല്ലാഹു പറയുന്നത് കഫറൂ ബി റബ്ബിഹിം. അതിന് സെലഫിന്റെ അർത്ഥം അല്ലാഹു റബ്ബിനെ കൊണ്ട് അവർ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ അത് വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെയും മറ്റന്നാളൊക്കെ ഉള്ള പരിപാടിയിൽ ആ വിഷയം പറയുമ്പോൾ ഞാൻ വിശദീകരിച്ച് പറയും. ഇപ്പോ ഈ വിഷയം അയാൾ ആദ്യം പറഞ്ഞല്ലോ, സമസ്യയിലുള്ളവർക്കൊക്കെ എന്താണ് സുഖല്ല. അപ്പൊ ആ സുഖണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രം ഒന്ന് അറിയിക്കാനുള്ള പരിപാടി ഇപ്പോ ഞാൻ വിശദീകരിച്ച് നാളെയും മറ്റന്നാളൊക്കെ ഇൻഷാ അല്ലാഹ് തൗഫീഖ് സംസാരിക്കാം. അപ്പൊ ഒന്ന് മക്കാ മുശ്രിക്കുകൾ മുഅ്മിനീങ്ങൾ, പേരോട് മുനാഫിഖ്. ഇനി നിങ്ങൾക്കൊരു രസം കേൾക്കാനുള്ളത്,
പേരോടിന്റെ പ്രസംഗത്തിൽ പേരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒന്നും വിടൂല. ആരോട്? മൗലവി. ഇപ്പൊ മൗലവിയൊക്കെ പേരോട് സ്ത്രീധനം കിട്ടിയ നാദാപുരം നിങ്ങൾ എന്നെ വിടൂല, നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചിട്ടില്ലോ. ഈ ആധുനിക യുഗത്തിൽ അങ്ങനെ ഒന്നും പറയരുത്. പേരോടെ എന്ത് വിടൂല എന്നൊന്നും പറയരുത്. ഞാൻ നിങ്ങളോട് നമ്മൾ സാധാരണ ഈ സ്ത്രീകൾക്കൊക്കെ അതേ മനസ്സിലാവും. പിയാപ്പിള രാവിലെ ചായ കുടിക്കാൻ അങ്ങനെയൊന്നും വിടൂല, ചായ കുടിച്ചിട്ട് വിടൂ. പിയാപ്പിളിനോട് അമ്മായി പറയുന്ന ഒരു ഭാഷയാണ്. അതായത് സ്നേഹിച്ചുകൊണ്ടും പറയുന്ന ഒരു ഭാഷ. അങ്ങനെയൊന്നും വിടൂല, ചോറ് വെച്ചിട്ട് വിടൂന്നൊക്കെ ഏത് അതിഥികളോടും പറയില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ അയാൾ വന്നതല്ലേ, അപ്പൊ ഞാൻ പറയേണ്ടത് അങ്ങനെയൊന്നും വിടൂല, ശരിക്കും സൽക്കരിച്ചിട്ട് വിടൂന്ന് എന്നല്ലേ ഞാൻ പറയേണ്ടത്. ഞാൻ ഈ നാട്ടുകാരനല്ലേ. അപ്പൊ ഞാനിത് അയാളൊന്ന് സൽക്കരിച്ച് വിടാന്ന് വിചാരിച്ചപ്പോ ഇയാൾ അതൊന്ന് തിരിമറി നടത്തിയിട്ട് വിടൂലാന്ന് നിങ്ങൾ ഞാൻ പിടിച്ചിട്ടുണ്ടോ നടത്തിയത്. എന്നാ നിങ്ങൾ ആദ്യം അതൊന്ന് കേൾക്കാം, എന്നിട്ട് അയാള് എന്നോട് പറയുന്ന വിടൂലാന്ന് അതും കൂടി കേൾക്കണം. അപ്പോഴാ റെഡിയാകുക. രണ്ടും കൂടി കേൾപ്പിച്ചിട്ട് ആദ്യം എന്നോട് പറഞ്ഞു കേൾക്കുക, പിന്നെ അയാൾ പറഞ്ഞു കേൾക്കാം. വെക്കുപോലെ തുടങ്ങിയാണ് ഇവിടെ ഗണ്ണം പേടിപ്പിക്ക. വാഴക്കാട് ഞാൻ അബ്ദുറഹ്മാൻ സലഫിക്ക് ഗണ്ണനത്തിന്റെ ലദ്ദത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടാ വിട്ടത്. സലഫിന് ഞാൻ വിടൂല, നിങ്ങൾ വരണം ഇവിടെ കെട്ടിക്കും. നിങ്ങളെ മൂപ്പര് വിചാരിച്ചത് നാദാപുരം ഒട്ടാകെ മൂപ്പർക്ക് സ്ത്രീധനം കിട്ടിയതാ. നാദാപുരം ഒട്ടാകെ മൂപ്പർക്ക് സ്ത്രീധനം കിട്ടിയതാ. വിടൂല, കെട്ടിക്കും എന്നൊക്കെ പറയാം. മൂപ്പരിങ്ങനെ നാലെടുത്ത് നിൽക്ക എന്റെ കാലിട്ടാനേ. മൂപ്പരിങ്ങനെ വിടൂല എന്നല്ല, മൂപ്പരിങ്ങനെ പിടിച്ചു വെച്ചിക്കന്നെ. ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിൽ പറയേണ്ട വർത്താനല്ല പേരോടെ. ഇത് യുഗം മാറി. ഇനി നിങ്ങൾ കേട്ടോളെ, അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോളെ. നിങ്ങളെ വിടൂല, ആമുകൊന്ന് വായിക്കങ്ങള് ആണോ അല്ലേ നോക്ക. നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാ പറയണത്. നിങ്ങളെ വിടൂല, ആമുകൊന്ന് വായിക്കങ്ങള് ആണോ അല്ലേ നോക്ക. നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചില്ല. നിങ്ങൾ അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാ പറയണത്. പറയുന്നത് മനസ്സിലായില്ലേ? പറയുന്നത് മനസ്സിലായില്ലേ? നിങ്ങളങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാ പറയണതേ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോ അത് ആർക്കാ സുഖമില്ലാത്ത? കന്യത്ത് സ്ഥാനാണോ സുഖമില്ലാത്തത്? ഈക്ക സ്ഥാനാണോ സുഖമില്ലാത്തത്? പാറകളത്തെ വന്യാതേക്കാണോ സുഖമില്ലാത്തത്? മുത്തുപിത്താക്കാണോ സുഖമില്ലാത്തത്? ആർക്കാ സുഖമില്ലാത്തതെന്നായി മനസ്സിലാക്കി തരുന്നത്. ഇനി കേട്ടോളെ, മൂപ്പര് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇയാളെ കൊണ്ടങ്ങൾ ഭേദവരിക്കുന്ന നല്ല ജാതി തന്നെയാണ്. മൂപ്പർക്ക് നോട്ടറിയാലോ. ഈസാലെങ്കിലും നോക്കാതെ വരുന്നത് നല്ല ജാതിനെ കൊടുത്തിട്ടാ ഭയം തോറിപ്പിക്കുന്നത്. ഞാൻ നല്ല കുറ്റവും ഉസ്താദ് പണ്ടൊരാള് പറഞ്ഞു എല്ലാം പറയുന്നത് പക്കേ പക്കേന്ന്. ഞാൻ പക്കേ പറയും പക്ഷേ. ഇങ്ങനെ എല്ലാരും പറയുന്നത് പക്കേ പക്കേ, ഞാൻ പക്കേ പറയും പക്ഷേ. അപ്പൊ അപ്പോഴും പറഞ്ഞു പക്കേ. ഇതുപോലെ മുജാഹിദ് എവിടെ തുടങ്ങിയെന്ന് ഈ സെൽഫിക്ക് അറിയോ? മുജാഹിദിന്റെ തുടക്കം തന്നെ പൊരുത്തം വാങ്ങരുത്. പൊരുത്തം വാങ്ങിയാ കാഫറാവെന്ന് പറഞ്ഞിട്ടല്ലേ മുജാഹിദിന്റെ ആശയം തുടങ്ങിയെന്നെ 971 നവംബറിലെ സെൽസബിയിൽ. അതുപോലെ ഈ സെൽസബിയിലൊക്കെ പറഞ്ഞാലെന്താ, മുഹമ്മദ് നബിയുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ കാഫിറാവും. പിന്നെ ബാക്കിയുള്ള പിന്നല്ലേ. കേട്ടോളൂ, മൗലിദ് കഴിക്കുന്നതിൽ നബിയുടെ പൊരുത്തം ആശിക്കൽ ഉള്ളത് കൊണ്ടും നബി സൃഷ്ടിയായതുകൊണ്ടും ശിർക്കിൽ നിന്നും അത് രക്ഷപ്പെടുകയില്ല. അപ്പോ മുജാഹിദിന്റെ സെൽസബീലിൽ അടക്കം അവർ വന്ന് പൊരുത്താഗ്രഹിച്ച കാഫിറാവും ശിർക്കാവും. ഇയാൾ പറയുന്നത് ഞാൻ എല്ലാ പൊരുത്തവും വാങ്ങിച്ചാ തരുന്നത്. അത് കേൾക്കട്ടെ. അള്ളാന്റെ തൗഫീഖോടുകൂടി കുരുത്തവും പൊരുത്തമുള്ള ആലിമീങ്ങളുടെയും ഉസ്താദുമാരുടെയും നാവിൽ നിന്ന് കേട്ടും ഓതി പഠിച്ചിട്ടും തന്നെയാ പേരോടെ ഇതിനൊക്കെ നടക്കുന്നത്. ഇതിനൊക്കെ അതിനെ നടക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? പൊരുത്തമുള്ള ആളുകളെ വർത്താനം നിങ്ങൾ കേട്ടില്ലേ നേരത്തെ? അപ്പോ അല്ല മൗലവി, വേറെ ആൾക്ക് പൊരുത്തവും പൊരുത്തോട്ടെ നിങ്ങൾക്ക് എന്താ കാര്യോ? അങ്ങനല്ലേ നിങ്ങൾ ഓതല്? മറ്റൊരാളെ നിങ്ങൾക്ക് ഫലം കിട്ടൂലെന്നല്ലേ? അപ്പൊ ഉസ്താദിന് പൊരുത്തവും പൊരുത്തോടെ നിങ്ങൾക്ക് എന്താ കാര്യം? അതുണ്ടാവില്ല നിങ്ങൾ ആശയം. എനിക്ക് കേട്ടോളെ, എന്താണ് ഒരു വലിയ പണ്ഡിതൻ 100ഓളം വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായിപ്പോ ഒരു വലിയ ഇമാം, ചെറിയ ചില്ലറക്കാരനല്ല. ആര്? ഇമാം അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചില്ലറക്കാരനാണ്.
എത്രയോ കിതാബുകൾ, വലിയ വലിയ 10ഉം 20ഒക്കെ ബാല്യമുള്ള വലിയ വലിയ കിതാബുകൾ എഴുതിയ ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും അതിന്റെ ശേഷമുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഏറ്റവും വലിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതൊക്കെ പറയാനുള്ള സന്ദർഭം പോരാ. ആ യൂസുഫ് നബിയാനിയെ സംബന്ധിച്ച് മൂപ്പര് പറയുന്നത് എന്താണെന്നറിയോ? അച്ചങ്ങാതി ഒരു 100-100 കൊല്ലം മുമ്പ് നാട് വിട്ടതാണ്. ഇന്നലെ മറ്റേ പറയുന്നത് അച്ചങ്ങാതി ഒരു 100-100 കൊല്ലായിട്ടുള്ള സ്ഥലം വിട്ടിട്ട് ആരെ പറ്റി? ഇമാം യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു. കേൾക്കട്ടെ. ഈ പുസ്തകം എഴുതിയ സാക്ഷാൽ യൂസുഫ് നബ്ഹാനി എന്ന ചങ്ങാതിയുടെ ഇയാള് ഒരു 100 കൊല്ലം കൂടി ആയിട്ടില്ല ഇയാള് സ്ഥലം വിട്ടിട്ട്. മനസ്സിലായില്ലേ? ഇമാം യൂസുഫ് നബ്ഹാനി സ്ഥലം വിട്ടിട്ട് ഒരു 100 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പൊ 100 കൊല്ലത്തോളം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ എത്രയോ കിതാബുകൾ രചിച്ച ബൈറൂത്തിലെ അന്നത്തെ ഏറ്റവും വലിയ ഖാദിയായിരുന്ന, ഈജിപ്തിലും മക്കയിലും മദീനയിലുള്ള ആലിമീങ്ങൾ എല്ലാവരും അംഗീകരിച്ച എത്രയോ കിതാബുകൾ രചിച്ച യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചാണ് ഈ ചങ്ങാതി ഒരു 100 കൊല്ലമായിട്ടുള്ള സ്ഥലം വിട്ടിട്ട് എന്ന് പറഞ്ഞത്. മൂപ്പര് പറയുന്നുണ്ട്, ഈ നാദാവ് വന്നിട്ട് പേരോടിനെ ആലിമീങ്ങളോടൊന്നും ബഹുമാനില്ല, അത് വേറെ പറയുന്നുണ്ട്. അതിരിക്കട്ടെ, ഇനി കേട്ടോളെ. ഇനി മൂപ്പരെന്നെ പറയും, ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവുമല്ലോ, ഇയാൾക്ക് എന്തോ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പൊ അയാൾ എന്നെ പറയുന്നത് സംഗതി ശരിയാണ്, എന്റെ വർത്താനത്തിന് വലിയ ക്രോഡീകരണമൊന്നും ഉണ്ടാവില്ല, അതായിരിക്കും കേൾക്കാൻ പോകുന്നത്. അയാളെ പ്രസംഗത്തിന് അങ്ങനെ ക്രോഡീകരണമൊന്നും ഉണ്ടാവില്ല. സാധാരണയാണല്ലോ, ശരിയില്ലാത്തവരങ്ങനെ തന്നെയല്ലേ. പറയട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ഓരോന്നോരോ എന്റെ വിഷയത്തിൽ ചിലപ്പോൾ കൃത്യമായ ഒരു ക്രോഡീകരണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മൂപ്പരെ വിഷയത്തിൽ ഒരു കൃത്യമായ ക്രോഡീകരണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ തന്നെയല്ലേ സാധാരണ അങ്ങനത്തെ ആൾക്കാർ. അപ്പോ കൃത്യമായ ക്രോഡീകരണമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാള് പറയുന്നത് എന്നെ തന്നെ വിളിക്കുന്നത്, ഒരാൾക്ക് അസുഖം ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാകുന്ന ലക്ഷണം കൊണ്ടല്ലേ. അപ്പൊ അയാൾ എന്നെ തന്നെ പിന്നെ വിളിക്കുന്നത് ഹബീബേ കാക്കാ. അത് കേട്ടോളി. സുഹൃത്തെ, നിങ്ങൾ പതുക്കെ പറയണല്ലേ. ഇനി സുഹൃത്തെ വിളിച്ചോട്ടെ, ചിലപ്പോ നന്നായെങ്കിലോ. ഹബീബേ, സുഹൃത്തേ, കാക്കേ ഒക്കെ വിളിക്കാലോ. നന്നാവൂ നോക്കട്ടെ. ഞാൻ നന്നാവൂ നോക്കാൻ ഇയാൾ. അതിനയാൾ എന്നൊന്ന് സുഹൃത്തേ, ഹബീബേ, കാക്കേ എന്നൊക്കെ വിളിക്കുകയാണ്. നല്ലൊരു നീയത്താട്ടോ, നല്ല നീയത്തായി മനുഷ്യന്റെ. ഇനി നിങ്ങളൊന്ന് കേൾക്കണോ? ഇയാള് ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത്, ഞാനിവിടെ പെരിങ്ങാടി മുഖാമുഖത്തിൽ ഒരു മൗലവിനെ പറ്റി പറയും. ആര്? ഒരു മൗലവിയുണ്ട്. പഴയ കാലത്ത് കുറച്ച് നല്ല പുസ്തകങ്ങളൊക്കെ എഴുതി നിവർത്തനം ചെയ്യുകയൊക്കെ ചെയ്തൊരു മൗലവി. പിൽക്കാലത്ത് അയാൾ കള്ളത്തരീക്കത്ത് പോയി. കള്ളത്തരീക്കത്ത് പോയിട്ട് കൂത്തുപറമ്പിനടുത്ത് വേങ്ങാട് തരീക്കത്തിന്റെ സെയ്സിന്റെ അടുക്കൽ അയാൾ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുകയും വരുമൊക്കെ ചെയ്തു. അങ്ങനെ കള്ളത്തരീക്കത്തിൽ പോയി പിഴച്ചു പോയ ഒരു മൗലവി. ആ മൗലവി പിന്നീട് ആ തെരീക്കത്തിൽ കള്ളത്തരീക്കത്തിൽ കടന്നാൽ ഈ ജിന്നിന്റെ ചില സേവകളും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് സാധാരണ നിലയ്ക്ക് സാധാരണ മാനസികാവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ പലതും പറയുകയും പലതും എഴുതുകയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങി. ഇത് പറയുമ്പോ സുന്നികൾക്കാർക്കും ബേജാറൊന്നും തോന്നണ്ട. അയാൾക്ക് ആദ്യം രോഗമൊന്നും ഇല്ലായിരുന്നു. പിന്നെയാണ് ഈ ഖുലൂബിഹിം മറദുൻ ഫസാദഹുല്ലാഹു മറദ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഈ കള്ളത്തരീക്കത്തിന്റെ രോഗം വന്ന് മാനസികമായി അസ്വസ്ഥതയുണ്ടായവരാണ്. അയാളുടെ പേരാണ് KVM പന്താവൂർ. നിങ്ങൾക്ക് സംശയം വേണ്ട, ഞാൻ പറയാം. KVM പന്താവൂർ. അപ്പൊ നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ KVM പന്താവൂർ ഇതിലെ ബുക്ക് ഉണ്ടാവും. ആദ്യകാലത്ത് എഴുതിയതാണ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നീടാണ് അയാൾ കള്ളത്തരീക്കത്തിൽ പോയത്. ഈ കള്ളത്തരീക്കത്തിൽ പോയത് നമ്മളെ തന്നെ ആലിമീങ്ങൾക്ക് പലർക്കും അറിയില്ല. അതായത് അവരാ വിവരറിയില്ല. ഒരാൾ ഒരു KVM പന്താവൂരിന്റെ വീട്ടിൽ പോയിട്ട് അയാളെ കൊണ്ടാ പോകുന്നു നോക്കലല്ലോ നമ്മുടെ ആലിമീകൾക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കൊന്നും പണി. പിന്നെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? എനിക്ക് ഇത് തന്നെയാ വേണ്ടി. അതായത് എനിക്ക് ഈ മൗലവിമാരെ നോക്കലെന്നെ എന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഈ KVM പന്താവൂർ എന്ന് പറയുന്ന ആള് അങ്ങനെ പിഴച്ചുപോയ ഈ KVM പന്താവൂര് പല തോന്നിവാസങ്ങളും പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങി. ഈ തോന്നിവാസങ്ങൾ എഴുതിയത് മനസ്സിലാക്കാതെ നമ്മളെ ചില പ്രവർത്തകന്മാരും നമ്മളെ ചില ആളുകളും തന്നെ ഇയാൾ നേരത്തെ അറിയപ്പെടുന്ന മൊയ്യാരല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ കൊണ്ട് കൊടുക്കുന്നതിനൊക്കെ ഒരു അവതാരിക കൊടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഈ കെ വിഭാഗം സമസ്തയുടെ ആളുകളും
AP വിഭാഗം സമസ്തന്റെ ആളുകളും എല്ലാവരും എഴുതി കൊടുത്തിരിക്കുന്നത് അയാള് ഫതുൽ മൊയ്ൻ പരിഭാഷ എഴുതിയപ്പോ എല്ലാവരും എഴുതി കൊടുത്തിരുന്നത് അയാൾക്ക് അവതാരിക. ഈ അവതാരിക ഞാൻ പറയും, ഈ പുസ്തകം ഇതില് അവതാരികയുടെ കൂട്ടത്തിൽ എല്ലാവരെയും കാണാം. ഉദാഹരണം പറഞ്ഞാൽ MP TS സമദാനി MP അയാൾ അവതാരിക എഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ PKM അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി, പിന്നെ ബാപ്പു മുസ്ലിയാർ, കക്കാട് മുഹമ്മദ് ഫൈസി, അയാൾ പിന്നെ ബൈക്കിനെ പോവുകയും ചെയ്തു കുറച്ച്. അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ, അബ്ദുസമദ് പൂക്കോട്ടൂര്, അബ്ദുൽ നാസിർ സഖാഫി അമ്പലക്കണ്ടി, ഇങ്ങനെ കുറെ ആളുകൾ ഇതിന് അവതാരിക ചെയ്യുക. ഇവരാരും ഇത് വായിച്ചു നോക്കാതെ ഇതൊന്ന് എഴുതി തരുമെന്ന് ചോദിക്കുമ്പോൾ ഇയാളൊരു പണ്ടുള്ള മലയാളം എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ എഴുതി കൊടുത്തൊരു ഫതുൽ മൊയ്നാണ്. ഈ ഫതുൽ മൊയ്നിൽ ഞാൻ ഈ ഭാഗം വായിക്കട്ടെ. ഫതുൽ മൊയ്ന് ഓതിയ മുലമാരുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് മനസ്സിലാവൂല്ലോ ഫതുൽ മൊയ്ൻ അങ്ങനെ ഉണ്ടോന്ന്. 612 പേജിൽ ഇയാൾ ഇതിന്റെ സുഖമുണ്ടല്ലോ എന്ന് ഞാൻ പേരോടെ ഈ KVM ബന്ധാവ് ഒരു മാനസിക രോഗം പറഞ്ഞാൽ ചെയ്തു ഭയങ്കര കംപ്ലൈന്റാ. നിങ്ങളൊക്കെ ഞാൻ ഒന്ന് കേൾപ്പിച്ചേ കേട്ടോളെ. ഫതുൽ മൊയ്നുള്ള ഒരു വിഷയം ഇയാൾ എഴുതിയതാ. ഫതുൽ മൊയ്ൻ ഉണ്ട് മറ്റേ ആൾ എഴുതിയാണ് കേട്ടോളെ. ഒരുത്തൻ മുൻ പഴുതും പിൻ പഴുതും മാത്രമേ നിസ്കാരത്തിൽ ഔറത്തുള്ളൂ എന്ന കാര്യത്തിൽ ഹംബലി മദ്ഹബ് പിൻപറ്റി. ഇനി ബാക്കി എനിക്ക് കുറച്ച് വിഷമുണ്ട് ഇത് വായിക്കാൻ, പക്ഷേ സംഗതി മനസ്സിലാകാൻ വേണ്ടി വായിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് വായിക്കാതെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോളി. നേന്ത്രക്കുലക്ക് ഒരു പൊതയും പിൻതുളയുടെ പഴുതിൽ വാലുമടക്കം ഒന്നാം തരം ഒരു കോണം നീണ്ടത് പൂശി എന്ന് നിസ്കരിച്ചു. മനസ്സിലായില്ലേ? ഇത് ഒരു മൗലവി എഴുതിയതാ. എന്നിട്ട് അയാൾ എന്നെ കുറച്ചിങ്ങോട്ടും പറയാണ് ഹംബലി മദ്ഹബിൽ കോണമെടുത്ത് നിസ്കരിക്കാം, പക്ഷേ വുളുവിൽ കുലുക്കുഴിയലും മൂക്കിൽ വെള്ളം ചേർത്ത് ചീറ്റലും മറ്റും നിർബന്ധം. എന്നാൽ കോണക്കാരൻ വുളുവെടുക്കുമ്പോൾ ശാഫിയായി, നിസ്കരിക്കുമ്പോൾ ഹംബലി. ഇവിടെ നിസ്കാരം സ്വീകാര്യം. ഇതൊക്കെ ഇയാളെ ഭാഷ. ഇതൊരു സുഖമുള്ള ആൾ എഴുതുമോ ഈ വാചകം? ഫതുൽ മൊയ്ന്റെ പരിഭാഷ എഴുതിയതാണ്. ഇനി നിങ്ങൾ നോക്ക്, ഈ ഒന്ന് മാത്രമല്ല, ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോ നമ്മളെ തന്നെ ചില ആളുകൾ എന്നോട് തന്നെ സൂചിപ്പിക്കുന്നത് KVM ബന്ധാവിനെ നേരത്തെ അല്ലെങ്കിൽ നിങ്ങൾ തിരക്കൂട്ടല്ല സ്വന്തം പാപ്പൻ ചീത്തറൊക്കെ ഞാൻ കാണിക്കുമ്പോൾ പിടിക്കണ്ട. ഒരാൾ എഴുതിക്കൊന്ന് സ്വന്തം പാപ്പൻ ചീത്തറന്ന് കാണിക്കണം. തിരക്കൂട്ടല്ല 4 ദിവസം നമുക്ക് പരിപാടി. അപ്പോ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ KVM ബന്ധാവ് ഒരു പിഴച്ച ആളാണെന്ന് സുന്നികൾ എന്നെ പലരും. അപ്പൊ അറിയാത്തത് കൊണ്ട് അവര് ചിലപ്പോൾ അയാളെ കൊണ്ട് കൊടുത്ത് എഴുതി കൊടുത്തു. അപ്പൊ അവരെ അറിയിക്കൽ എന്റെ ബാധ്യതയാ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളെ സുന്നികൾ പെട്ടുപോരുന്നല്ലോ, അതുകൊണ്ടാ പറയുന്നത്. ഇയാളൊരു മാനസിക രോഗിയാണ്. ആ മാനസിക രോഗിയാണെന്നതിന് ഇനിയും ഞാൻ തെളിവുകൾ പറയാം. ഞാൻ വെറുതെ പറയില്ല കേട്ടോളൂ. ഇത് അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ്. ഈ ബുക്കിൽ അയാൾ പറയുന്നത് കേട്ടോളെ, ഞാൻ എന്റെ പേനയുടെ വായ പൊത്തിപ്പിടിച്ച് കൈകെട്ടിയിരിക്കാൻ ശ്രമിച്ചാൽ പോലും പേന ചലിക്കുന്നുവെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ഇച്ഛ നടക്കട്ടെ എന്ന് വെക്കുകയല്ലാതെ എന്ത് ചെയ്യാനാണ് ഈ നിരപരാധി? കർമ്മങ്ങളെ ഉപേക്ഷിക്കൽ കർമ്മമായി മാറുന്ന അവസ്ഥയാണിത്. അള്ളാഹുവിന്റെ ഇച്ഛയ്ക്ക് മുമ്പിൽ കൈകെട്ടി നിൽക്കുമ്പോൾ എന്റെ പേന വിധിവിഹിതം അലംഘനീയമായി നിർവഹിക്കുന്നു. അങ്ങനെയാണ് വൈദത്തുമാനക്ക് വ്യാഖ്യാനം ഉണ്ടായത്. സകലതും ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. അതാണ് സത്യം. മയ്യിത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിലെ മയ്യിത്ത് പോലെ ഞാൻ അള്ളാഹുവിന്റെ ഇച്ഛയ്ക്ക് വാങ്ങിക്കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ഇതൊരു അപരാധമാണെങ്കിൽ ഞാൻ ഇതിന് നിസ്സഹായൻ. കൊതിച്ചതല്ല, വിധിച്ചതാണിത്. അതിൽ ഞാൻ സംതൃപ്തനാണ്. താനും അള്ളാഹുവിന്റെ വിധി. KVM ബന്ധാവ്. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞെന്താ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? അപ്പോ ഇയാൾ വിചാരിക്കുമ്പോലും നടക്കാൻ കഴിയുന്നില്ലോ, മയ്യിത്ത് പോലെയായി പോരുകയാണ്. അപ്പൊ എന്താ? ഇത് മാനസിക രോഗമാണ്. ഈ മാനസിക രോഗം പിടിപെട്ട ഇയാൾ. ഇനി ഇയാൾക്ക് മാനസിക രോഗം. ഞാൻ വേറൊരു ബുക്ക് വായിക്കട്ടെ. കാരണം എന്റെ ഈ പ്രസംഗം വെറും ഈ നാളാവരത്തേക്ക് പ്രസംഗിക്കുന്നതല്ല. ഇത് അള്ളാഹിനെ തോന്നിക്കൊണ്ട് ലോകൊട്ടാകത്തു. അപ്പൊ എല്ലാവർക്കും ശരിക്കും ബോധ്യപ്പെടണല്ലോ. അയാളെ വേറൊരു ബുക്കായത് അൽ ഇൻസാനുൽ കാമിലാണ്. ഇതിലെന്താ പറയുന്നത് കേട്ടോളെ. ഇയാൾക്ക് സുഖമുണ്ടോ അല്ലേ നിങ്ങൾ ആലോചിക്കട്ടെ. എന്റെ അയാളും സെൽഫിയായിട്ടുള്ള ബന്ധം ഞാൻ വേറെ കാണിക്കൂ കേട്ടോളെ. സത്യനിഷേധികളും അവരുടെ സത്ത കൊണ്ട് ആരാധിച്ചത് അള്ളാഹുവിനെ തന്നെയാണ്. കാരണം പ്രപഞ്ചത്തിന്റെ പൊരുൾ അള്ളാഹുവാണല്ലോ. ആ സത്യനിഷേധികളുടെ പൊരുളും അവൻ തന്നെ. അവരും പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണല്ലോ. അവർ തങ്ങൾക്കൊരു രക്ഷിതാവുള്ളതിനെ നിഷേധിച്ചു. കാരണം അവരുടെ പൊരുളാണ് അള്ളാഹു. അവന് രക്ഷിതാവില്ലല്ലോ. അവൻ തന്നെയാണല്ലോ നിരുപാധികമായ രക്ഷിതാവ്. അതിനാൽ സത്യനിഷേധികൾ അവരുടെ സത്തകളുടെ താല്പര്യമനുസരിച്ച് ആരാധന ചെയ്തു. ആ സത്ത തന്നെയാണ് അള്ളാഹുവിന്റെയും സത്ത. അവരിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചവർ ഉണ്ട്.
അള്ളാഹുവിന്റെ സത്ത പ്രപഞ്ചത്തിലെ ഓരോ അണുവിലുമുണ്ടല്ലോ, സമ്പൂർണമായും ഉണ്ട്. പക്ഷേ അവതരണമോ ഐക്യമോ അല്ലാതെ അള്ളാഹു അവതരിച്ചിട്ടുമില്ല, ഐക്യപ്പെട്ടിട്ടുമില്ല. അല്ലാതെ തന്നെ ഓരോ അണുവിലും അവനുണ്ട്. അതിനാൽ ആ വിഗ്രഹങ്ങളുടെ പൊരുളും അവൻ തന്നെയാണ്. അതിനാൽ അവർ ആരാധിക്കുന്നതും അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയുമല്ല. എന്തിനെ ആരാധിച്ചാലും അത് അള്ളാഹുവിനെ ആയേ വരൂ. ആരാധനക്കർഹൻ അവൻ മാത്രം. ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധന തന്നെ. അപ്പൊ ഒന്നും അറിയാതെ വിഗ്രഹങ്ങൾ ആരാധിച്ചാലും അള്ളാഹു തന്നെ ആരാധിക്കുന്നത്. ഇത് മുഴുവൻ അമ്പിയാക്കൾ പറഞ്ഞതിനെതിരാണ്. അപ്പൊ ഇയാൾക്ക് സുഖണ്ട് എന്ന് ആര് പറയുന്നത്? ഇവിടെ നാദാവർക്ക് വന്നിട്ട് സെലവി പറയുന്നത് ഇയാൾക്ക് ഒരു സൂക്കേടും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോ നമ്മുടെ സുന്നി വോയിസിലോ സിറാജിലോ റിസാലയിലോ ഇയാൾ പിഴച്ച ആളാണെന്നോ ഇയാൾക്ക് സുഖമില്ല എന്നുള്ള വിവരം അറിയാതെ വല്ല പരസ്യവും കണ്ടുപോയാൽ സുന്നികൾ പെട്ടുപോകരുത്. ഇയാള് കാരണം സുന്നി വോയിസ് പരസ്യം സ്വീകരിക്കാൻ അവിടെ ഓഫീസിൽ ഞാനല്ല ഇരിക്കുന്നത്, കാന്തപുര ഉസ്താദല്ല ഇരിക്കുന്നത്. അവിടെ ഇതൊന്നും വായിച്ച് പഠിക്കാത്ത സാധാരണക്കാരാ ജോലിക്കാരുണ്ടാവുക. അപ്പൊ ഇയാളേതെങ്കിലും പുസ്തകത്തിന്റെ പരസ്യം സിറാജിലോ സുന്നി വോയിസിലോ ഇനി വേറെ ഏതെങ്കിലും മാസികയിലോ വന്നാൽ ഞാൻ സുന്നി മുസ്ലിമീങ്ങളോട് പറയുന്നു, ഞാനിത് 10 കൊല്ലം മുമ്പേ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇത്ര പരസ്യമായിട്ടല്ല, കണ്ണൂർ ജില്ലയിൽ വെച്ച് പറഞ്ഞതാണ്. ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തു, ഇയാൾക്ക് സൂക്കേടാണ്. ഈ സുഖല്ലാത്ത ഈ മൗലവിയുടെ പുസ്തകങ്ങളാണ് ഈ ഹുസൈൻ സലഫി ഷാർജയിലും മറ്റു പല സ്ഥലത്തും ഇരുന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് സുന്നി കുട്ടികളെ മുജാഹിദാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇതുവരെ ഉപയോഗപ്പെടുത്തിയത്. ഇപ്പൊ നാദാവർക്ക് സലഫി വന്നത് അള്ളാഹു ചെയ്ത സുന്നികൾക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് അവസരമുണ്ടായി. ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാം, എന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഈ KV മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ എന്ന് പറയുന്ന ആളും അതേസമയത്ത് ഈ മുജാഹിദുകളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അവർ പരസ്പരം ഒത്തിട്ടെടുക്കുന്ന പണികളാണിത്. ഫത്ഹുൽ മുഈനെ നിസ്സാരപ്പെടുത്താനാണ് നിയന്ത്രണങ്ങൾക്ക് പൊത എന്ന് പറഞ്ഞത്. അതുപോലെ കോണമെടുത്ത് നിസ്കരിക്കാന്ന് പറഞ്ഞു. അത് ഇമാമികളെ നിസ്സാരപ്പെടുത്താനാണ്. അത് മുജാഹിദുകളിൽ അച്ചാരം വാങ്ങിയിട്ട് എഴുതുന്നതാണ്. ഇത് പേരോട് വെറുതെ പറയുന്നതല്ല. ഞാൻ അതിന്റെ തെളിവാണ് കാണിക്കാൻ പോകുന്നത്. മൗലവി പറയുന്നത് പന്താവൂരിന്റെ ടെലിഫോൺ നമ്പർ മുജാഹിദുകളായ എല്ലാവരുടെയും കയ്യിലുണ്ട്. ആരെടുത്താ കയ്യിൽ ടെലിഫോൺ നമ്പർ ഉണ്ടാവുക? ടെലിഫോൺ നമ്പർ ഉണ്ടാവുക ആരെടുത്താ? നിങ്ങൾ ക്രൈം ബ്രാഞ്ചിൽ പോയിട്ടൊന്ന് അന്വേഷിച്ചു നോക്കും, അല്ലെ വല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു നോക്ക്. ഒരാളെ ടെലിഫോൺ നമ്പർ ആരെടുത്താ ഉണ്ടാവുക? ബന്ധമുള്ളവർക്കല്ലേ ടെലിഫോൺ നമ്പർ ഉണ്ടാവുക. അപ്പൊ മുഴുവൻ ടെലിഫോൺ നമ്പറുകളിലും മുജാഹിദുകളുടെ ടെലിഫോൺ നമ്പറുകളിൽ KV മുഹമ്മദ് മൗലവി പന്താവൂരിന്റെ ടെലിഫോൺ ഉണ്ടെന്ന് ഇവിടുന്ന് മൗലവി പ്രസംഗിക്കുകയാണ്. അതാ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പൊ മൗലവിമാരോട് അച്ചാരം വാങ്ങി സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ KVM പന്താവൂര്, ആ KVM പന്താവൂര് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാൻ ഇറങ്ങിയ ആള് എത്ര വലിയ കൊലവമ്പനായാലും അത് തുറന്നു പറയുക തന്നെ ചെയ്യും. ആർക്കും അതിന് സംശയം വേണ്ട. ആരെയും ഇങ്ങനെ മൂലയിലിട്ടാണെന്ന് വിചാരിച്ചിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കാമെന്ന ഓരോരുത്തരെയും ശരിക്ക് തുറന്നു കാണിക്കാനാണ് ജീവിക്കുന്നത്, അതിനാണ് മരിക്കുന്നത്. അത് ഓർമ്മിച്ചോളണം. ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. ആ KVയെ സംബന്ധിച്ച് മൗലവി പറയുന്ന അവർ തമ്മിലുള്ള ബന്ധം. എന്നിട്ട് അയാൾക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മാനസിക രോഗികളെ ഒരാള് മാനസിക രോഗം ഉണ്ടോ നോക്കാൻ വേണ്ടി വിളിച്ചു നോക്കിയാൽ അയാൾ ആരായിരിക്കും? അതായത് ഞാൻ പറഞ്ഞു മാഹിയിൽ മുഖാമുഖത്തിൽ അയാൾ ഒരു മാനസിക രോഗിയാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. ഞാൻ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിനോട് ചോദിച്ച് ഈ KV മുഹമ്മദ് പന്താവിനെ പറ്റി നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഉസ്താദിന് അയാളൊരു മാനസിക രോഗിയാണ്. ഞാൻ അത് പോയിട്ട് മാഹി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഉസ്താദാണ് എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഞാൻ അതിനെ പഠിക്കുകയും ചെയ്തിട്ടുണ്ടല്ല. ഉസ്താദ് അത് അങ്ങനെ മുഴിഞ്ഞതൊന്നുമല്ല, ഞാൻ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തെളിവ് പറഞ്ഞു. അപ്പോ ഞാനിത് പറഞ്ഞപ്പോ ഞാൻ പറയാൻ കാരണം പേരുള്ളൊരു അഭിപ്രായമാണ് വിചാരിച്ച് സുന്നിയൊക്കെ എന്നൊരു സംശയം വേണ്ട. നിങ്ങൾ നെല്ലിക്കുത്ത് ഉസ്താദിനോട് ചോദിച്ചൊക്കെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഞങ്ങൾ വിഷയം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഞങ്ങളുടെ ഉസ്താദുമാരും അവരുടെ ശിഷ്യന്മാരായ ഞങ്ങളും ആ വിഷയം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞാനിത് പറഞ്ഞത്. അപ്പോ ഈ മൗലവി പറയാണ് പേരോട് ഇയാൾക്ക് മാനസിക രോഗിയാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അയാളെ വിളിച്ചു നോക്കി. അങ്ങനെ വിളിച്ചു നോക്കിയപ്പോ അയാളോട് എനിക്കൊരു കുഴപ്പമില്ല മക്കളെ, അള്ളാഹ് നന്നാകട്ടെ. അങ്ങനെ ദ്വാരം തൊട്ടുള്ളൂ അയാൾ ആയിരിക്കും മൗലവിമാർ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഒരാൾക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ അയാളോട് എന്നെ ചോദിക്കും നിങ്ങൾക്ക് സുഖമുണ്ടോ? എന്നാ ചോദിച്ചാൽ ആരാ നിങ്ങൾ തീരുമാനിച്ചോളി. ഇനി ഒന്ന് കേട്ടോ. ഓരോന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് പറയണെന്ത്, അതേപോലെ അൽ ഇൻസാനുൽ കാമിലുള്ള ഒരു പുസ്തകം എടുത്ത് ഉദ്ധരിച്ചിരുന്നു.
അതിൽ പറഞ്ഞിരുന്നത് എന്തിനെ ആരാധിച്ചാലും അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. നക്ഷത്രത്തെ ആരാധിച്ചാലും സൂര്യനെ ആരാധിച്ചാലും കല്ലിനെ ആരാധിച്ചാലും വിഗ്രഹത്തെ ആരാധിച്ചാലും എന്തിനെ ആരാധിച്ചാലും അതൊക്കെ അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. കാരണം ഇവിടെയുള്ളതൊക്കെ അള്ളയാണ് എന്ന് ഇൻസാനുൽ കാമിലിലെ ഉദ്ധരണി എടുത്തുകൊണ്ടും ഞാൻ വായിച്ചിരുന്നു, ഇവരുടെ ഔലിയാക്കന്മാരിലുള്ള വിശ്വാസം മനസ്സിലാക്കാൻ. ഇതൊക്കെ പറഞ്ഞപ്പോ മൂപ്പരിക്കൊന്നും പറയല്ല. അപ്പൊ അവസാനം മൂപ്പർ എന്താ പറഞ്ഞറിയോ? കേവി ഞങ്ങൾ ആരും അല്ലേ. ഇത്തിരി അപ്പുറത്ത് മാഹിയിൽ പെരിങ്ങാടി പോയിട്ട് പറഞ്ഞ് കേവിക്ക് മാനസിക രോഗാണ്. മാനസിക രോഗം അത്ര. ഇപ്പൊ കേവിക്ക് മൂപ്പരിക്ക് നമ്മളെ പ്രവർത്തകന്മാര് കേവിനെ വിളിച്ച്, നമ്മളൊക്കെ മൊബൈലിൽ മൂപ്പര് നമ്പറുണ്ട്, കേവി മുഹമ്മദ് മുസ്ലിയാരെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് മാനസിക രോഗം വല്ലതും ഉണ്ട് എന്നൊക്കെ പറയുന്നത് ആരാ അങ്ങനെ പറഞ്ഞു? കുട്ടികളെ ആരാ അങ്ങനെ പറഞ്ഞ്? ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ല, അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തട്ടെ എന്നൊക്കെ പറഞ്ഞു മൂപ്പര് താഴ്ന്ന് കേട്ടോ. അപ്പൊ ഞാൻ മാനസിക രോഗത്തിപ്പോ ഇവരെല്ലാം ടെലിഫോണിൽ മൂപ്പരെ നമ്പർ ഉണ്ടല്ലോ, ആരെ ഈ സുഖമില്ലാത്ത മൗലവിന്റെ ഏട്ട് വിളിച്ചു നോക്കിയോളൂ. അപ്പൊ അവര് പറഞ്ഞു എനിക്കങ്ങനെ ഒന്നും ഇല്ലേത്. മുമ്പ് മുഖ്യമന്ത്രി വന്ന് കുതിരവട്ട മുഖ്യമന്ത്രി വന്നിട്ട് പറഞ്ഞു ഞാനിവിടുത്തെ മുഖ്യമന്ത്രി. ഒരാൾ പറഞ്ഞു അതൊക്കെ വന്നോടനെ ഞാനും പറഞ്ഞിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവില്ല. ആ മാതിരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാള് വിളിച്ചു നോക്കി പോലത്തെ മറ്റേയാൾക്ക് മാനസിക രോഗം ഉണ്ടോന്ന് അയാൾ തന്നെ വിളിച്ചു നോക്കി. ഈ നാദാവരത്ത് കൊണ്ടുവന്ന മൗലവിന്റെ കോലം നോക്കി നിങ്ങൾ നമ്മളീ നാദാവരത്തെ പറയിക്കാവോ? ഞാൻ നാട്ടുകാരനായോണ്ട് ചോദിക്കും.